ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് മാത്തിലെ അടുത്ത സെക്ഷനായ ഡിവിഷനാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അവിടെയൊക്കെ നമ്മൾ മൈനസും പ്ലസൂടെ എങ്ങനെയാണ് അഡീഷനിലായാലും മൾട്ടിപ്ലിക്കേഷനിലായാലും വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഡിവിഷനിൽ നമുക്ക് മൈനസിൻ്റെ ഉപയോഗം നോക്കാം. അപ്പോൾ നോർമലായിട്ട് നമുക്കൊരു സംഖ്യ തരുന്നു 6/3. 6/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6ന്റെ പകുതിയാണ് 3. അങ്ങനെയെങ്കിൽ ഉത്തരമെന്ന് പറഞ്ഞാൽ 2 നമുക്കറിയാം. ഇതേ സംഖ്യ തന്നെ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 12 3ന്റെ പട്ടികയിലുണ്ടോ നോക്കാം. 12 3ന്റെ പട്ടികയിലുണ്ട്. അപ്പോൾ നമുക്കറിയാം 3ന്റെ പട്ടികയിൽ 12 നാലാമതാണ് വരുന്നത്. അപ്പം 4, 12, 0. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇതേപോലുള്ള നോർമലായിട്ട് ഇപ്പോൾ സംഖ്യകൾ കൂടുതലും നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ എങ്ങനെയാണ് മൈനസ് വരുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ 12/4 3 ഉത്തരം. 12/3 എത്രയാണ്? 12/4 എത്ര? 3 ഉത്തരം. ഈ ഇതിനകത്ത് തന്നെ 12ന് മൈനസ് വരും. അപ്പോൾ 12നെ നമ്മൾ മുകളിലുള്ള സംഖ്യയെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കും, താഴെയുള്ളതിന് ഡിനോമിനേറ്റർ. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ന്യൂമറേറ്ററിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലായിട്ട് ഡിവൈഡ് ചെയ്യുക. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉത്തരം 3 ആണ്. പക്ഷേ നമുക്ക് ആര് കാണും? മൈനസ് കാണും. ന്യൂമറേറ്ററിൽ മാത്രമാണ് മൈനസ് എങ്കിൽ ഉത്തരത്തിൽ ആര് കാണും? മൈനസ് കാണും. ഇതേ സംഖ്യന് 12/-4 എന്ന് വരും. 12/-4. അതായത് ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലാണ് മൈനസ്. അപ്പോൾ ഉത്തരത്തിൽ ആര് കാണും? 12/4 3 ആണ്. ഉത്തരത്തിൽ ആര് കാണും? മൈനസ്. ഇതുവരെ നമ്മൾ ചെയ്തത് മൈനസ് ഇല്ലാതെ ഓരോ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൈനസാണ്. അടുത്ത് നമുക്ക് വരുന്നത് -12/-4. മേളിലും താഴെയും മൈനസ് ഉണ്ടെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് ആണെങ്കിൽ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം 3 ആണ്. മേളിലും താഴെയും പ്ലസ് ആണ്. പ്ലസ് ക്യാൻസൽ. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയി. അപ്പോൾ 2 മൈനസ് വന്ന എവിടെയൊക്കെയാണ്? ന്യൂമറേറ്ററിൽ മാത്രം മൈനസ് വന്നപ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രം മൈനസ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? മൈനസ് വരും. അപ്പം കുറച്ച് സംഖ്യകളോട് നോക്കാം. 12/6 -24/12 -7/-7 -2/1. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് എന്തില്ല? മൈനസ് വരത്തില്ല. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 ഉത്തരം കിട്ടുന്നു. ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് പറയാം? ഉത്തരത്തിൽ ആരുണ്ട്? മൈനസ് ഉണ്ട്. ഉത്തരത്തിൽ ആരുണ്ട്? മൈനസ് ഉണ്ട്. 24/12 -2 ആണ്. ഇവിടെ നോക്കൂ, മേളിലും താഴെയും ഒരേ സംഖ്യയാണെങ്കിൽ നമ്മൾ മൈനസും ക്യാൻസൽ ആകുന്നു. 7 ക്യാൻസൽ ആയാൽ നമുക്ക് ഉത്തരം 1. ഇവിടെയും മാറ്റമൊന്നുമില്ല, -2. അപ്പോൾ നമ്മളിന്ന് ബേസിക് മാത്തിലെ ഡിവിഷനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമേ മൈനസ് ഉള്ളെങ്കിൽ ഉത്തരത്തിൽ ആര് കാണും? മൈനസ് കാണും. 2 ഇടത്തും മൈനസ് ആണെങ്കിൽ അത് വെട്ടി ക്യാൻസലായി പോസിറ്റീവ് സംഖ്യ. അപ്പോൾ നമ്മൾ ബേസിക് മാത്തിലെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആണ് കഴിഞ്ഞത്. ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്.